തിരിച്ചറിയാൻ കഴിയുന്ന പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സുന്ദരമായൊരു ഗ്രാമമാണ് നായ്ക്കട്ടി. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 2000 അടി ഉയരത്തിൽ വെള്ളിമേഘങ്ങൾ മലനിരകളെ പുണരുന്ന ഈ പ്രദേശം പച്ചപ്പിന്റെ ഒരു മഹാസമുദ്രം പോലെയാണ് കാണപ്പെടുന്നത്. സുൽത്താൻ ബത്തേരി താലൂക്കിന്റെ കിഴക്കേ അറ്റത്ത് കർണാടകയുടെയും തമിഴ്നാടിന്റെയും വനാതിർത്തികളോട് ചേർന്ന് നിൽക്കുന്ന നായ്ക്കട്ടിക്ക് കേവലം പ്രകൃതി ഭംഗി മാത്രമല്ല, നൂറ്റാണ്ടുകളുടെ പോരാട്ട വീര്യത്തിന്റെ ചരിത്രം കൂടി പറയാനുണ്ട്. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ചുവടുവെപ്പുകൾ ഈ മണ്ണിൽ പതിഞ്ഞിട്ടുണ്ട്. ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് നിൽക്കുന്ന ഈ മണ്ണിൽ ഇന്ന് വിശ്വാസികൾക്ക് ആത്മീയമായ കുളിർമയേകുന്ന ഒരു മഹാസൗധം തലയുയർത്തി നിൽക്കുന്നു. അത് മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് ജുമാ മസ്ജിദാണ്. ഇത് കേവലം കല്ലും സിമന്റും കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടമല്ല, മറിച്ച് ഒരു ജനതയുടെ പതിറ്റാണ്ടുകളായുള്ള പ്രാർത്ഥനയുടെയും വിയർപ്പിന്റെയും ത്യാഗത്തിന്റെയും അനശ്വരമായ സ്മാരകമാണ്. നായ്ക്കട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് കേവലം ഒരു പ്രദേശത്തിന്റെ വളർച്ചയല്ല, മറിച്ച് മനുഷ്യന്റെ അതിജീവനത്തിന്റെ വലിയൊരു പോരാട്ട കഥയാണെന്ന് മനസ്സിലാക്കാം. മലബാറിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ, കുന്നമംഗലം മേഖലകളിൽ നിന്നും മലപ്പുറത്തെ ഏറനാട്, വള്ളുവനാട് പ്രദേശങ്ങളിൽ നിന്നും കൃഷി തേടി ഈ മലയോര മണ്ണിലേക്ക് കുടിയേറിയവരായിരുന്നു നായ്ക്കട്ടിയിലെ മുസ്ലിം സമുദായത്തിന്റെ പൂർവികർ. സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് വന്യമൃഗങ്ങൾ നിറഞ്ഞ നിബിഡ വനങ്ങളോട് പൊരുതി അവർ ഈ മണ്ണിൽ ജീവിതം കെട്ടിപ്പടുത്തു. ചെറിയ ഓലമേഞ്ഞ ഷെഡായിരുന്നു അവരുടെ ആദ്യത്തെ ആരാധനാലയം. കാറ്റിലും മഴയിലും വിറയ്ക്കുന്ന ആ ചെറിയ കെട്ടിടത്തിലിരുന്ന് അവർ അള്ളാഹുവിനെ സ്തുതിച്ചു. ആത്മീയമായ കരുത്താണ് പിൽക്കാലത്ത് നായ്ക്കട്ടിയെ ഒരു വലിയ വിശ്വാസി സമൂഹമായി വളർത്തിയത്. കാലം കടന്നുപോയപ്പോൾ ആ കൊച്ചു ഓലപ്പള്ളി ഓടിട്ട കെട്ടിടമായി പരിവർത്തിക്കപ്പെട്ടു. വിശ്വാസത്തോടൊപ്പം അറിവിനും പ്രാധാന്യം നൽകിയ ആ സമൂഹം അവിടെ തന്നെ ഒരു മദ്രസയും ആരംഭിച്ചു. തലമുറകൾക്ക് അറിവ് പകർന്നു നൽകുന്ന ആ വിദ്യാലയം നായ്ക്കട്ടിയുടെ സാമൂഹിക വളർച്ചയിൽ വലിയ പങ്കുവഹിച്ചു. 1970കളിൽ ജനസംഖ്യ വർദ്ധിച്ചതോടെ സൗകര്യങ്ങൾ അപര്യാപ്തമായി തുടങ്ങി. ആ കാലഘട്ടത്തിലാണ് ഒരു വലിയ പള്ളി വേണമെന്ന ആഗ്രഹം ജനങ്ങളിൽ ശക്തമായത്. ആ സ്വപ്നത്തിന് സാക്ഷാത്കാരം നൽകിക്കൊണ്ട് 1972 അന്നത്തെ പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ എത്തേണ്ടതായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ശിഹാബ് തങ്ങൾ ആ കർമ്മം നിർവഹിച്ചു. അക്കാലത്ത് വയനാട്ടിലെ തന്നെ ഏറ്റവും വലിയ കോൺക്രീറ്റ് പള്ളികളിലൊന്നായി നായ്ക്കട്ടി ജുമാ മസ്ജിദ് അറിയപ്പെട്ടിരുന്നു. പതിറ്റാണ്ടുകളോളം ആ പള്ളി പ്രദേശത്തെ ആത്മീയവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി വീണ്ടും വലിയൊരാവശ്യത്തിലേക്ക് നായ്ക്കട്ടിയെ നയിച്ചു. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന് ബലക്ഷയം അനുഭവപ്പെടുകയും വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തതോടെ പുതിയൊരു പള്ളി എന്ന ആശയം വീണ്ടും സജീവമായി. വരും തലമുറകൾക്ക് അഭിമാനത്തോടെ നോക്കി നിൽക്കാവുന്ന, നൂറ്റാണ്ടുകളെ അതിജീവിക്കുന്ന ഒരു വിസ്മയം തീർക്കണമെന്നതായിരുന്നു മഹല്ല് നിവാസികളുടെ ആഗ്രഹം. 2014 മെയ് മാസത്തിൽ തിരുവനന്തപുരം പാളയം പള്ളി മുൻ ഇമാം വാഹിൽ അബ്ദുൽ ഗാഫർ മൗലവിയുടെ സാന്നിധ്യത്തിൽ നടന്ന ഒരു ചർച്ചയാണ് ഈ ബൃഹത്തായ പദ്ധതിക്ക് ജീവൻ നൽകിയത്. എന്നാൽ ആ സമയത്ത് മഹല്ല് കമ്മിറ്റിയുടെ കൈവശം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ആവശ്യമായ തുക പോലുമില്ലായിരുന്നു. വെറും 15,000 രൂപയിൽ താഴെ മാത്രം കയ്യിലിരുന്നു കൊണ്ട് കോടികൾ ചെലവ് വരുന്ന ഒരു നിർമ്മാണത്തിന് മുതിരുന്നത് ഭൗതികമായി ചിന്തിക്കുമ്പോൾ അസാധ്യമായിരുന്നു. എന്നാൽ അള്ളാഹുവിന്റെ വീട് അവൻ തന്നെ പൂർത്തിയാക്കുമെന്ന ഉറച്ച ബോധ്യമായിരുന്നു ഓരോ വിശ്വാസിക്കും ഉണ്ടായിരുന്നത്. ആ വിശ്വാസം മലകളെ പോലും ചലിപ്പിക്കാൻ പ്രാപ്തമായിരുന്നു. ഏകദേശം 17,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പൗരാണികവും ആധുനികവുമായ വാസ്തുശില്പ കലകൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്ലാനാണ് എഞ്ചിനീയർ നസീർ തയ്യാറാക്കിയത്. നിർമ്മാണം ആരംഭിച്ചതോടെ നായ്ക്കട്ടി സാക്ഷ്യം വഹിച്ചത് അത്ഭുതകരമായ ജനപങ്കാളിത്തത്തിനായിരുന്നു. പണമില്ലാത്തതിന്റെ പേരിൽ നിർമ്മാണം ഒരിക്കൽ പോലും തടസ്സപ്പെട്ടില്ല. ഗൾഫ് നാടുകളിൽ മണലാരണ്യത്തിൽ കഷ്ടപ്പെടുന്ന നായ്ക്കട്ടിയുടെ പുത്രന്മാർ തങ്ങളുടെ വിയർപ്പിന്റെ വിഹിതം മാസാമാസം നാട്ടിലേക്ക് അയച്ചു. നാട്ടിലെ സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും തങ്ങളുടെ നിത്യചെലവിൽ നിന്നും മാറ്റിവെച്ച തുകകൾ പള്ളിക്കായി നൽകി. ഇതിനിടയിൽ നടന്ന ചില സംഭവങ്ങൾ കണ്ണു നിറയ്ക്കുന്നതായിരുന്നു. സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ആഹ്വാനം ഏറ്റെടുത്ത് നമ്മുടെ സഹോദരിമാർ തങ്ങളുടെ ആഭരണങ്ങൾ പള്ളി നിർമ്മാണത്തിനായി ഉദാരമായി നൽകി. സ്വന്തമായി വലിയ സമ്പാദ്യമൊന്നും ഇല്ലാതിരുന്ന ഒരു സഹോദരി തന്റെ വീട്ടുമുറ്റത്തെ ഏക വരുമാന മാർഗമായിരുന്ന ആടിനെ വിറ്റ് ആ തുക പള്ളിക്ക് നൽകിയ കഥ നായ്ക്കട്ടിയുടെ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടേണ്ടതാണ്.
മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു സന്ദേശം കൂടി ലോകത്തിന് നൽകി. ഈ മനോഹര സൗധത്തിന്റെ നിർമ്മാണ ചുമതല വഹിച്ചത് കോഴിക്കോട് സ്വദേശിയായ ശ്രീകാന്ത് എന്ന വ്യക്തിയായിരുന്നു. 2015 മെയ് 7 സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പുതിയ പള്ളിക്ക് ശിലാസ്ഥാപനം നടത്തി. ആ ചടങ്ങിൽ സയ്യിദ് മുഹമ്മദ് നിസാമി നടത്തിയ പ്രഭാഷണം ജനങ്ങൾക്ക് വലിയ ആവേശമായി. നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും പാണക്കാട് കുടുംബത്തിന്റെ പ്രാർത്ഥനയും സാന്നിധ്യവും നായ്ക്കട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. 2016 നവംബറിൽ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വീണ്ടും എത്തിയത് നാട്ടുകാർക്ക് വലിയ കരുത്തേകി. കാത്തിരിപ്പുകൾക്കൊടുവിൽ ആ ധന്യ നിമിഷം വന്നെത്തി. 2018 നവംബർ 14 ബുധനാഴ്ച നായ്ക്കട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന ദിനമായി മാറി. വയനാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ പള്ളിയുടെ മിനാരത്ത് നിന്നും ബാങ്ക് വിളിച്ചുകൊണ്ട് ആ മന്ദിരം നാടിന് സമർപ്പിച്ചു. ആ ബാങ്ക് വിളി നായ്ക്കട്ടിയുടെ കുന്നുകളിലും താഴ്വരകളിലും ഒരു പുതിയ ഉണർവ് നൽകി. ചടങ്ങിൽ സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഈ പള്ളിക്ക് മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് ജുമാ മസ്ജിദ് എന്ന് നാമകരണം ചെയ്തു. ഇസ്ലാമിലെ ഒന്നാം ഖലീഫയും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഉറ്റ സുഹൃത്തുമായിരുന്ന അബൂബക്കർ സിദ്ദീഖിന്റെ പേര് ഈ പള്ളിക്ക് നൽകിയത് തികച്ചും അർത്ഥവത്താണ്. തന്റെ സർവ്വസമ്പാദ്യവും ദീനിന്റെ മാർഗത്തിൽ സമർപ്പിച്ച ആ മഹാമനസ്കന്റെ പേര് വിയർപ്പും സമ്പാദ്യവും നൽകി ഈ പള്ളി പടുത്തുയർത്തിയ നായ്ക്കട്ടിക്കാർക്ക് ഏറ്റവും അനുയോജ്യമായ നാമം തന്നെയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്നത് കേവലം 5 നേരത്തെ നമസ്കാരത്തിനുള്ള ഒരിടം മാത്രമല്ല, അതൊരു ആത്മീയ വിദ്യാലയമാണ്. നമസ്കാരം എന്നത് മണ്ണിൽ നിന്ന് വിണ്ണിലേക്കുള്ള ഒരു യാത്രയാണ്. മനുഷ്യൻ അഹങ്കാരങ്ങളെല്ലാം വെടിഞ്ഞ് തന്റെ സ്രഷ്ടാവിന് മുന്നിൽ നെറ്റിത്തടം മണ്ണിൽ ചേർക്കുമ്പോൾ അവൻ പ്രപഞ്ചത്തിന്റെ നാഥനോട് സംവദിക്കുക. ശരീരം ഭൂമിയിലാണെങ്കിലും മനസ്സ് ദൈവത്തിന്റെ സിംഹാസനത്തിന് താഴെയായിരിക്കണം. ഈ ആത്മീയ ഉയർച്ച കൈവരിക്കാൻ സഹായിക്കുന്ന ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷമാണ് അബൂബക്കർ സിദ്ദീഖ് ജുമാ മസ്ജിദിൽ ഒരുക്കിയിരിക്കുന്നത്. പള്ളിയുടെ ഉൾവശത്തെ അലങ്കാരങ്ങളും മിനാരങ്ങളുടെ ഉയരവും മെഹ്റാബിലെ സൂക്ഷ്മമായ കലാവേലകളും എല്ലാം വിശ്വാസിക്ക് ദൈവീകമായ അനുഭൂതി നൽകുന്നവയാണ്. നായ്ക്കട്ടിയിലെ ഈ പള്ളി കേവലം ഒരു ആരാധനാലയമായി ഒതുങ്ങി നിൽക്കുന്നില്ല. ഹിദായത്തുൽ മുസ്ലിമീൻ സംഘത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസയും സ്കൂളും ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവമാണ് സൃഷ്ടിക്കുന്നത്. വിജ്ഞാനം ആയുധമാക്കി വരും തലമുറയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം പള്ളി ഭാരവാഹികൾക്കുണ്ട്. കൂടാതെ മഹല്ല് ഖത്തീബിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന വനിതാ ഖുർആൻ ക്ലാസുകൾ സ്ത്രീ ശാക്തീകരണത്തിന് വലിയ ഊർജം നൽകുന്നു. ദീനി വിജ്ഞാനം പകർന്നു നൽകുന്ന ദർസ് സംവിധാനവും ഇവിടെ സജീവമാണ്. ഇതുകൂടാതെ ജാതി മത ഭേദമന്യേ പാവപ്പെട്ടവരെ മഹല്ലിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഒരു പ്രകാശ ഗോപുരമായി നായ്ക്കട്ടി ജുമാ മസ്ജിദ് ഇന്ന് ശോഭിച്ചു നിൽക്കുന്നു. വയനാടിന്റെ കുളിരുള്ള കാറ്റിൽ അലിഞ്ഞു ചേരുന്ന ബാങ്കുവിളികൾ ഇന്നും നായ്ക്കട്ടിയുടെ ആത്മീയ ചൈതന്യം വിളിച്ചോതുന്നു. ഈ പള്ളി പണിയാൻ വേണ്ടി ഓരോരുത്തരും സഹിച്ച കഷ്ടപ്പാടുകൾ അള്ളാഹു അർഹമായ രീതിയിൽ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഭൂമിയിൽ അള്ളാഹുവിനായി ഒരു വീട് പണിയുന്നവർക്ക് സ്വർഗത്തിൽ ഒരു വീട് നൽകുമെന്ന പ്രവാചക വചനം ഈ നിർമ്മാണത്തിൽ പങ്കാളികളായ എല്ലാവർക്കും ആശ്വാസമാകട്ടെ. നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന ആ ത്യാഗത്തിന്റെ പാത പിന്തുടരാൻ വരും തലമുറയ്ക്കും കഴിയണം. ഈ പള്ളി കേവലം മനോഹരമായ ഒരു കെട്ടിടമായി മാത്രം അവശേഷിക്കരുത്, മറിച്ച് അത് മനുഷ്യരുടെ ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹവും സമാധാനവും വിതറുന്ന ഒരിടമായി എന്നെന്നും നിലനിൽക്കണം. അള്ളാഹുവിന്റെ തണലിൽ ഈ പള്ളി ഇനിയും ആയിരക്കണക്കിന് ആളുകൾക്ക് വഴികാട്ടിയാകട്ടെ. ഈ ചരിത്രം അറിയുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. ലക്ഷ്യബോധവും ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാം. നായ്ക്കട്ടിയിലെ വിശ്വാസികൾ അത് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഈ പള്ളിയുടെ ഓരോ മിനാരവും വിളിച്ചു പറയുന്നത് ഐക്യത്തിന്റെ മനോഹാരിതയാണ്. വരും തലമുറകൾക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സ്വത്ത് ഈ വിശ്വാസവും സംസ്കാരവുമാണ്. നായ്ക്കട്ടി അബൂബക്കർ സിദ്ദീഖ് ജുമാ മസ്ജിദിന്റെ ഈ ചരിത്രം ഒരു വലിയ പാഠപുസ്തകമാണ്. അതിജീവനത്തിന്റെയും സമർപ്പണത്തിന്റെയും പാഠപുസ്തകം.